വന്നത്? ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂല് പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ധ്യാൻ, എന്താണ് പറയുന്നത്? എന്താണ് പരിപാടികൾ? നല്ല നടനായത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ നല്ല മനുഷ്യനായി ഇവിടെ അത് മാറ്റേഴ്സ്. കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. ധ്യാൻ ചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം മുഴുവൻ ധ്യാൻ ചേട്ടനുള്ളതാണെന്ന് തോന്നുന്നു. റെസ്പോൺസിബിൾ ആക്കുന്നുണ്ടോ ആ ഒരു ടാഗ് റൈറ്റർ ഓഫ് കണ്ണൂർ സ്കോഡ് ഇത് അഭിനയിക്കുന്ന സമയത്ത് ആരും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു, വേടിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷങ്ങൾക്ക് ശേഷത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളുടെ ചരിത്രം നമ്മൾ ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞത് ഇത് ഞാനൊരു ഓളത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആലോചനകളെല്ലാം. ഈ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഒരു ഈസ്റ്റ് ക്രൈം ജോണറിൽ വരുന്ന സിനിമയാണല്ലോ. അപ്പൊ ഇത്രയും നീ ഡീകോഡ് ചെയ്തല്ലോ അല്ലേ? അങ്ങനെയാണെന്നാ പറഞ്ഞത്. അപ്പൊ സാധാരണ പോലെയല്ല, നമ്മള് കുറച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ ഇന്റർ കണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാനുണ്ടെങ്കിൽ കുറുക്ക് വഴികൾ അത്രയും കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല, അതല്ല പ്രശ്നം വരുള്ളൂ. അല്ല ഇത് കൂടുതൽ പറയാൻ ഞാൻ എന്തൊക്കെ പറയാമെന്ന് ഞാൻ എന്നോട് ചോദിച്ചിരുന്നു, അപ്പൊ എന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞത്. ഒരു സീറ്റഡ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജോണർ വന്നിട്ടില്ല. ഇതൊരു ഹൈസ്റ്റ് ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയാ, ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകൾ ഇപ്പൊ നിങ്ങൾ മണി ഹീസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകൾ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തെ എല്ലാ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം. ഇത്രയും ബുദ്ധിമാന്മാരുടെ നിന്നെ ആരോ പറഞ്ഞു വെച്ചിട്ടതാണ് എന്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവനായിരിക്കും ചോദ്യം എനിക്ക് വേണ്ടി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാനിലെ പല സ്ക്രിപ്റ്റുകളും ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിനെ കാൽപ്പനികർക്ക് ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീത പോലെ തന്നെയാണ്. വിനീതം കഥ പറയുമ്പോൾ വിനീതം കൂടി പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട്, രീതിയുണ്ട്. ഞാൻ ഒരു കഥ പറഞ്ഞ് അത് ചിലപ്പോൾ പകുതി നിർത്തിയിട്ട് അടുത്ത കഥ പറയും. വിനീത് അങ്ങനെയല്ല. ഒരു പരിപാടി പറഞ്ഞാൽ അതിന്റെ നേട്ടം വരെ എത്തിച്ചിട്ടേ ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വ്യത്യാസം. ധ്യാൻ ചേട്ടന്റെ മാസമാണെന്ന് തോന്നുന്നത്. അപ്പൊ കുടുംബശ്രീയും കുഞ്ഞാട് ഇറങ്ങുന്നു, ഇന്ന് സ്വർഗത്തിലെ കട്ടറും ഇറങ്ങി, ഇനിയിപ്പോ പാർട്ട്നേഴ്സ് ഇറങ്ങാൻ പോകുന്ന ധ്യാൻ ചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം മുഴുവൻ ധ്യാൻ ചേട്ടനുള്ളതാണെന്ന് തോന്നുന്നു. വർഷങ്ങളുണ്ട്. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പം ധ്യാൻ ചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ. നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമില്? നിലവില് കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ പടം, പിന്നെ ഒമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. അപ്പൊ ഒരു 10 വർഷം കൂടെ ഇങ്ങനെ പോകും. കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ
ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ നല്ല മനുഷ്യനായി കൂടി അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ട്രോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തിട്ട് നടന്നതാണ് ധ്യാൻചേട്ടൻ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റു സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റ് ആവുന്നുണ്ട്. അതിലും കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ. ഒരു സിനിമയെ അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ കോൺഫിഡൻസ്. അതെന്തുകൊണ്ടാണ് വാച്ചിന് അങ്ങനല്ല, ഒരു ഫെസ്റ്റിവൽ അല്ലേ. ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മള് ഫെസ്റ്റിവൽ ഒരു ഫ്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മളിപ്പോ നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര അവരെനിക്ക് ഇപ്പൊ ജിത്തു അതിന് ശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്, നമുക്ക് വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ലതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും, കാരണം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു, വെടിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷങ്ങൾക്ക് ശേഷത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളുടെ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ താഴ്ത്തിക്കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ച ഒരു സിനിമ, അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോ ആവേശം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനേക്കാളും. അത് സത്യമല്ലേ, നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് തെറ്റില്ലല്ലോ.